ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് OnePlus Nord 3 എന്ന ഡിവൈസിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്വിക്ക് റിവ്യൂ ആയിരിക്കും ചെയ്യുന്നത്. ചൈനയിൽ ലോഞ്ച് ചെയ്ത OnePlus Ace 2 എന്ന് പറയുന്ന ഡിവൈസിന്റെ റീബ്രാൻഡഡ് വെർഷൻ ആണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന OnePlus Nord 3 എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ ജൂലൈ 4th ഇതിന്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഡിവൈസ് ഒന്ന് അൺബോക്സ് ചെയ്തതിനു ശേഷം ബോക്സിനകത്തുള്ള കണ്ടന്റ്സ് നോക്കാം. സോ അതിന് ഇവിടെ മോട്ടോ ആയ നെവർ സെറ്റിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചെറിയ ബോക്സിനകത്ത് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കാണാനായിട്ട് പറ്റും, പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ, പിന്നെ സിലിക്കൺ കേസുമാണ് കാണാനായിട്ട് പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ചെറിയ വെൽക്കം കാർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഓപ്പൺ അപ്പ് ചെയ്യുകയാണെങ്കിൽ OnePlus നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ചെറിയൊരു കാർഡ് ഉണ്ട്. ഫുൾ ചൈനീസ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നേരെ നമ്മൾ ഡിവൈസ് മാറ്റി വയ്ക്കാം. ബോക്സിനകത്ത് വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ചാർജർ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ചാർജർ എന്ന് പറയുന്നത് 80 വാട്ട്സിന്റെ വയർഡ് ചാർജറാണ്. സോ ഫോറിൻ പിന്നൊക്കെയാണ് വരുന്നത്, കാരണം ഇത് ചൈനീസ് ലോഞ്ച് ഡിവൈസ് ആണ്. ടൈപ്പ് A to ടൈപ്പ് C കേബിളും പിന്നെ നമ്മുടെ ഡിവൈസാണ് ബോക്സിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് പൊട്ടിച്ച് ബാക്കിൽ നിന്ന് ഉള്ളിലേക്ക് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ഡിവൈസിന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ബാക്കിലുള്ള സ്റ്റിക്കേഴ്സ് കളഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ OnePlus Nord 3 ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് ലുക്ക് ഒന്ന് നോക്കാം. സോ ബാക്കിലായിട്ട് നമുക്ക് രണ്ട് കിടിലൻ സർക്കുലർ ക്യാമറ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് അനുയോജ്യമായിട്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് കിടിലൻ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. താഴ് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ OnePlusന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഹാർഡ്വെയറും അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു ബോക്സി ഡിസൈൻ ആണ് ഈ ഒരു ബ്രാൻഡ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബൂട്ട് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള ചിൻസ് ആൻഡ് ബസലസ് ഒക്കെ വളരെ ചെറുതാണ്. മുകളിലായിട്ടുള്ള ഒരു പഞ്ച് ഹോൾ ക്യാമറ നല്ല രീതിയിൽ തന്നെ ചെറുതാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോഡിയെ കുറിച്ച് സംസാരിക്കാം. നമുക്കൊരു അലൂമിനിയം ഫ്രെയിം ആണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലായിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് അസാഹി ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു ഗ്ലാസിനെ പറ്റി വലിയ അറിവില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബോക്സിനകത്ത് കൂടെ തന്നിരിക്കുന്ന ആ ഒരു കേസ് വെച്ചിടുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാമറയുടെ എഡ്ജസ്, റൗണ്ട് എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിവൈസിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റിനെ പറ്റി ഒന്നും പേടിക്കേണ്ട. OnePlus ഈ 25,000 രൂപയുടെ ബഡ്ജറ്റിൻ്റെ അത് നല്ല കിട്ടുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് ഒരു 6.74 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1 ബില്യൺ കളേഴ്സും 120 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. അതോടൊപ്പം തന്നെ 1450 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ പ്രൊട്ടക്ട് ചെയ്യുന്നത് അസാഹി ഗ്ലാസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിവൈസിന്റെ ഒരു ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സോ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്ലിയർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഡിസ്പ്ലേ നിന്ന് കിട്ടും. നല്ല ക്ലിയർ AMOLED ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ ബ്ലോട്ട്വെയർ ഫ്രീ ആണ്. സോ ഈ ഒരു ചൈനീസ് വെർഷൻ്റെ കാര്യം എനിക്കൊന്നും പറയാനില്ല. മേ ബി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സോഫ്റ്റ്വെയറിൽ കുറച്ച് വ്യത്യാസം വരുത്തും. കാരണം 1-2 ആപ്ലിക്കേഷൻ ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അതോടൊപ്പം തന്നെ ആ ഒരു എന്താ പറയുക ഹോട്ട്സ്റ്റാർ, അങ്ങനെയുള്ള 3-4 ആപ്ലിക്കേഷൻസ് മാത്രമേ കാണുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു ബ്ലോട്ട്വെയർസും ഈ ഒരു ഡിവൈസിൽ കാണില്ല. സോ ഡിസൈൻ വൈസ് നല്ല കിള്ളൻ ഡിവൈസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു 25,000 രൂപ എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൻ്റെ അകത്ത് ഈ ഒരു ബ്രാൻഡ് നമുക്ക് 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പ്രോസർ എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9000 എന്ന് പറയുന്ന ഒരു 4 നാനോമീറ്റർ പ്രോസറാണ്. സോ പ്രോസറും അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാമറയുടെ കാര്യമായാലും ഡിസ്പ്ലേയുടെ കാര്യമാണെങ്കിലും ഒന്നും പറയാനില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇത്തരം കാര്യങ്ങളാണ് OnePlus Nord 3 അല്ലെങ്കിൽ OnePlus Ace 2 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം മേ ബി കുറഞ്ഞിരിക്കാം, കൂടിയെന്നിരിക്കാം. സോ എനിക്ക് അതിനെപ്പറ്റി വലിയ കാര്യമില്ല. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രൈസാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ, അങ്ങനെ എല്ലാ ഒരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം.